അപ്പോൾ സെയിൽസ് പറഞ്ഞാൽ എന്താ അറിയോ? വാട്ട് ഈസ് സെയിൽസ്? അല്ലെങ്കിൽ സെയിൽസ് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് സെയിൽസ് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് കൊടുക്കുക, ഒരു കസ്റ്റമർ ആവശ്യം. അതെ, യെസ്. അപ്പം സെയിൽസ് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനും ഒരു 5 സെക്ടറാണുള്ളത്. ഫസ്റ്റ് മാർക്കറ്റിംഗ് ഉണ്ടാവും. ഞങ്ങളുടെ പണി അതാ. മാർക്കറ്റിംഗുകാർ എന്ത് കൊണ്ടുവരും? ലീഡ്സ് കൊണ്ടുവരും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട്, പെയ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ അലിക്കൊക്കെ BNIയിൽ പോകുന്നതിനാ? ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവർ ജേക്കോമിൽ പോകുന്നതിനാ? മാർക്കറ്റിങ്ങിനാണ്. ഡിജിറ്റൽ ക്യാമ്പയിൻ ഇടുന്നതിനാ? മാർക്കറ്റിങ്ങിനാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ത്രൂ എന്ത് വരും? ലീഡ്സ് വരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, അതിൻ്റെ ഒരു ഫണൽ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. ഒരു ഫണൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, അതുപോലെ ഫേസ്ബുക്ക് ഉണ്ടാവും, അതുപോലെ യൂട്യൂബ് ഉണ്ടാവും, അതുപോലെ BNI ഉണ്ടാവും, അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, കോണ്ടന്റ് മാർക്കറ്റിംഗ്. ഇതൊക്കെ എന്താണ്? ഓരോരോ ലീഡ് സോഴ്സുകളാണ്. ഇതിനൊക്കെ നമുക്ക് ലീഡ്സ് വരും. ഇതിനൊക്കെ നമുക്ക് എന്ത് വരും? ലീഡ്സ് വരും. അത് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയൊക്കെ പോട്ടെ, ലീഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ലീഡുകൾ കൊണ്ടുവരുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് എന്ത്? മാർക്കറ്റിംഗ് ടീം എന്നാണ് പറയുക. അപ്പോൾ ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റോ സർവീസോ നോക്കിയിട്ട് അതിലേക്കുള്ള പ്രോസ്പെക്റ്റുകളെ കൊണ്ടുവരിക, അതിലേക്കുള്ള ആവശ്യക്കാരായ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ടീമിൻ്റെ പണി. ഈ മാർക്കറ്റിങ്ങിൻ്റെ താഴെയായിട്ടാണ് എന്ത് വരിക? സെയിൽസ് വരിക. അപ്പോൾ ഈ പേര് കേട്ട് പേടിക്കാനൊന്നുമില്ല. അതാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ വരുന്ന ലീഡുകൾ, ഇവിടെ ഇങ്ങനെ വരുന്ന ലീഡുകൾ പല ലീഡുകളുണ്ടാവും. അപ്പോൾ ലീഡ് മെയിൻലി 3 കാറ്റഗറിയുള്ളത്. ഒന്ന് കോൾഡ്, വാം, ഹോട്ട്. അപ്പോൾ കോൾഡ് ലീഡ് പറഞ്ഞാൽ വെറുതെ ക്ലിക്ക് ചെയ്തായിരിക്കും. ഇപ്പോൾ വാങ്ങാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല, വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഒരു അർജൻസി ഇല്ലാത്ത, പെട്ടെന്ന് വാങ്ങുമല്ലേ എന്നൊന്നും തീരുമാനമില്ലാത്ത, ഒരു ആവശ്യം ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ വെറുതെ ക്ലിക്ക് ചെയ്യുന്ന, ടൈം പാസിന് ക്ലിക്ക് ചെയ്യുന്നവരായിരിക്കും. പിന്നെന്താ? വാം ലീഡ്. ഇച്ചിരി കൂടെ ഒരു വാമായ ലീഡ് പറയുമ്പം ആവശ്യമുണ്ട്, ബട്ട് അർജൻറ്റായിട്ടൊന്നും വാങ്ങില്ല. മേ ബി പൈസ ഒപ്പിക്കേണ്ടി വരും, ബഡ്ജറ്റൊക്കെ ആവേണ്ടി വരും. പൈസ ഒക്കെ ആയതിൻ്റെ ശേഷം അടുത്ത മാസം 2 മാസം കഴിഞ്ഞിട്ട് വാങ്ങാൻ പ്ലാൻ ഉള്ളവരായിരിക്കും. അതാണ് വാം ലീഡ്. ബോട്ടം ഓഫ് ദ ഫണൽ. ഇതാണ് ബോട്ടം ഓഫ് ഫണൽ. ഈ ബോട്ടം ഓഫ് ദ ഫണലിൽ മാത്രമേ കൺവേർഷൻസ് നടക്കുകയുള്ളൂ. ഇവിടെ കൺവേർഷൻ നടക്കുക. അപ്പം ഇവിടെയൊക്കെ ഇതൊക്കെ സെയിൽസിൻ്റെ പ്രോസസ്സാണ്. കൺവേർഷൻ നടക്കുക ബോട്ടം ഓഫ് ദ ഫണലാണ്. ഈ ടോപ്പ് ഓഫ് ദ ഫണലിൽ ടോപ്പ് ഓഫ് ദ ഫണൽ നമ്മൾ മാക്സിമം വലുതാക്കി നീട്ടി വെച്ച് കൊടുക്കും. വരുന്ന ലീഡുകളൊക്കെ വരട്ടെ, നമ്മുടെ ഒരു അവയർനെസ്സും കൂടിയാണ് പോവുക. എന്താണ് ഓൺലൈൻ കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ സർവീസസ്, അതൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർലി പറയാനുള്ള സെയിൽസ് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയ സാധനമൊന്നുമല്ല. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആൾക്കാർ സെയിൽസാരാ. ഈവൻ ഒരു കമ്പനിയിൽ നമുക്ക് ഇൻസെൻറ്റീവ് ഉണ്ടോ? ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം. യെസ്. സെയിൽസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടാവും. നിങ്ങൾ എത്ര ഡെസ്ക്ടോപ്പും എത്ര ലാപ്ടോപ്പും വിറ്റോ, സാലറിൻ്റെ പുറമെ നമ്മൾ കൊണ്ടുവരുന്ന സെയിൽസിന് ഇത്ര % ഇൻസെൻറ്റീവ് ഉണ്ടാവും. അതുവരെ നമ്മൾ ഡയറക്ടേഴ്സ് തരാൻ തയ്യാറാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? വിറ്റാൽ മതി. അപ്പോൾ സെയിൽസ് പറഞ്ഞാൽ ഒരു 9 to 5 ജോബ് അല്ല ഒരിക്കലും. അത്രയും കമ്മിറ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള, അത്രയും ജെന്യൂനായിട്ടുള്ള, അത്രയും ഒരു ഹെൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന സെയിൽസാരാ. ഒരു കമ്പനിക്ക് കയറി വരുന്ന CEOക്ക് വരെ ഇവർക്കൊക്കെ ഫിക്സഡ് സാലറിയാണ്, ഡയറക്ടേഴ്സിന് വരെ ഫിക്സഡ് സാലറിയാണ്. സെയിൽസ് സ്റ്റാഫിന് നമ്മൾ കൊടുക്കൊരു ബ്ലാങ്ക് ചെക്കാണ്. ഒരു എത്ര എഴുതിയെടുത്തോട്ടെ, നമ്മൾ കൊണ്ടുവരുന്ന സെയിൽസിനനുസരിച്ച് നമുക്ക് എഴുതിയെടുക്കാം. ഒരു 100 ലാപ്ടോപ്പ് വിറ്റോ, അപ്പം സാലറീൻ്റെ പുറമെ അതിൻ്റെ ഇരട്ടി ഇൻസെൻറ്റീവും കൊടുക്കാമല്ലോ. എത്ര ലാപ്ടോപ്പ് എത്ര ഡെസ്ക്ടോപ്പ് നമുക്ക് വിൽക്കാനും പറ്റും ഓർഡർ വരുന്നതിനനുസരിച്ച്. അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മാർക്കറ്റാണ്. കാരണം ഓൾ കേരള ഡിജിറ്റൽ മാർക്കറ്റ്. അപ്പോൾ നമ്മളിനി ഇത്രയും കാലം ഒരു ഓഫ്ലൈനിലായിരുന്നു നമ്മൾ ഓൺലൈൻ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്തതിന്, നമ്മളിനി അതിൻ്റെ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ വെർട്ടിക്കലാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് കയറണം. ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ നമ്മുടെ മാർക്കറ്റാണ്. അത്രയും ആളുകൾക്ക് ഒരു വാല്യൂ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് സെയിൽസ്. സെയിൽസ് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. സെയിൽസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഹെൽപ്പിംഗ് സംവൺ. നമ്മൾ ചില ആളുകൾ ഹെൽപ്പ് ചെയ്യാണ്. മേ ഐ സെൽ യു, ഞാൻ വിൽക്കട്ടെ എന്ന് ചോദിക്കരുത്. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. ഒരു ബേണിംഗ് പ്രോബ്ലത്തോട് കൂടെ വരുന്ന ഒരാളാണ്. ഒരു പ്രോബ്ലം എന്താ? സ്കൂൾ കോളേജിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ വെക്കാനുള്ള സിസ്റ്റം അല്ല, വീട്ടിൽ വെക്കാനുള്ള ഡെസ്ക്ടോപ്പ് ഇല്ല, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്നൊരു മൂക്ക് ലാപ്പില്ല. ഒരു വലിയ പ്രശ്നമല്ലേ? ബേണിംഗ് പ്രോബ്ലം. സാധാ ബ്രാൻഡുകളുടെ ഒരു വാറൻറ്റിക്ക് പുറമെ ഓൺലൈൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പെഷ്യൽ 1 year വാറൻറ്റിയുടെ കൊടുത്തിട്ട് നമ്മൾ അത്രയും കമ്മിറ്റഡായിട്ട് കൊടുക്കുന്നത്. സോ വലിയൊരു സർവീസ് നമ്മൾ ചെയ്യുന്നത്. ചിലവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും, ഞാൻ പോലെ പറ്റിച്ച് ഇത് വിറ്റ്
എത്ര പൈസ ഒന്നും ഇല്ല ഇനി ഒരു കുറ്റബോധമൊക്കെ തോന്നാറുണ്ട് സെയിൽസ് ഉള്ളവർക്ക്. അങ്ങനെയുള്ളവർക്ക് ഈ പണി പറ്റില്ല. അപ്പം എന്തിനാ കുറ്റബോധം തോന്നുന്നത്? അവർക്ക് അത്രയും ബെസ്റ്റ് ആയ ഒരു വാല്യൂ അല്ലേ കൊടുക്കുന്നത്. വി ആർ ഹെൽപ്പിംഗ് ദം. സെയിൽസിന് 80-20 എന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. 80-20. 80 നമുക്ക് വേണ്ടി എന്താണെന്നറിയോ? 80 നമുക്ക് വേണ്ടിയത് മൈൻഡ് സെറ്റാണ്. വിൽക്കാൻ പറ്റും എന്നുള്ള മൈൻഡ് സെറ്റാണ് സെയിൽസിൽ വേണ്ടി. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ ഞങ്ങൾ അത്രയും കോൺഫിഡൻറ്റാണ്. ഒരാൾക്ക് അത്രയും ഉപകാരമാവുന്ന, വാറണ്ടി ഉള്ള, അവർക്കത് 2-3 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുന്ന, കംപ്ലയിൻറ്റ് ഇല്ല ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പ് ഓക്കെ ആണോ? കോൺഫിഡൻ്റ് ആണോ? അപ്പം അങ്ങനെ മൈൻഡ് സെറ്റ്, ഇത് വിൽക്കാൻ പറ്റും, ഇത് കേരളത്തിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും, ബെസ്റ്റ് പ്രൈസിലാണ്. സോ ഈ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നമ്മൾ വിൽക്കും എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ടാക്കുക. പിന്നെ സ്കിൽ സെറ്റ്. സ്കില്ല് നമുക്ക് എത്ര മതി? 20% മതി. അപ്പോൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആദ്യം വരുത്തുക.